നമസ്കാരം. ഞാൻ കുറേ നാൾ കൂടി ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്, നേരിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു പുതിയ ക്യാമ്പയിനെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. TV സീരിയലുകൾ നിർത്തലാക്കണം എന്ന് കുറേ പേര് മുറവിളി കൂട്ടുന്നതായിട്ട് കണ്ടു. വനിതാ കമ്മീഷന് ആരോ പരാതി കൊടുത്തെന്നോ മറ്റോ ന്യൂസ് കണ്ടു. അതുപോലെ ചില യൂട്യൂബേഴ്സ് ലൈവ് വന്ന് ഇതിനെപ്പറ്റി ഘോരമൊക്കെ പറയുന്നത് കണ്ടു. ഞാൻ ചോദിക്കട്ടെ, TV സീരിയലുകൾ കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നുണ്ടോ? നിർത്തലാക്കേണ്ടത് സീരിയലുകളല്ല, സീരിയലുകളിലെ ദുഷ്ടതരങ്ങളാണ് നിർത്തലാക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത്. അതായത് അമ്മായിമ്മ പോര്, പാവപ്പെട്ടവരെ എന്തോ നികൃഷ്ടജീവികളാക്കി ചിത്രീകരിക്കുന്നു, നിരന്തരം ആ ഡയലോഗുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീരിയലുകളിൽ പത്തരം മാറ്റ്, ചന്ദ്രകാന്തല്ല ചെമ്പനീർ പൂവ്, അതൊക്കെ അങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു പാവപ്പെട്ടവരെ. തൊഴിലിനെ ചെമ്പനീർ പൂവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ചന്ദ്രമതി, പൂവ് കെട്ടുന്നവൾ, പൂക്കാരി, എന്താ പൂവ് കെട്ടുന്നതൊക്കെ ഇത്രയും മോശം പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സീരിയലുകളിൽ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ ആ ഡയലോഗ് മറ്റുള്ളവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് സീരിയലുകളിൽ വേണ്ടത്. അല്ല സീരിയലുകൾ പൂർണ്ണമായിട്ട് നിരോധിക്കുകയല്ല വേണ്ടത്. മൗനരാഗം, എന്തിനാണ് ഈ മൗനരാഗം വലിച്ചു നീട്ടി കൊണ്ടുപോകണമെന്ന് ഒരു പിടുത്തമില്ല. പെൺമക്കളെ ഇഷ്ടമില്ലാത്ത അച്ഛന്മാരെ കൊണ്ട് ഇല്ല എന്നല്ല, പക്ഷേ അങ്ങനെയുള്ള സീരിയലുകൾ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ വലിച്ചു നീട്ടി കൊണ്ടുപോവാതെ അതിനൊരു തിരിച്ചടി കൊടുത്ത് അയാൾ നല്ലതായിട്ട് അങ്ങനെ ഒരു മാക്സിമം 100 എപ്പിസോഡിൽ തീർക്കാം. ചന്ദ്രകാന്തത്തിലെ സീരിയൽ കാണുമ്പോൾ എല്ലാവർക്കും പിങ്കിയോട് ദേഷ്യം തോന്നും. റിയൽ ലൈഫിലാകുമ്പോൾ പിങ്കിയോട് ദേഷ്യം തോന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. ഗൗതമനോട് ആ ദേഷ്യം തോന്നും. പക്ഷേ ഒരാളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രവണതയല്ല. അങ്ങനെ വളച്ചു കെട്ടി കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ പത്തരമാറ്റ്, അതിലെന്താണ് കാട്ടിക്കൂട്ടുന്നത്? അതൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്. സീരിയലുകളെല്ലാം മാറ്റേണ്ടത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പോസിറ്റീവ് സന്ദേശങ്ങൾ നൽകുന്ന കണ്ടൻറ്റ് കൊണ്ടുവരിക. ഈ എന്നും വയലൻസ് ഉള്ള ഡയലോഗുകൾ ഇട്ട് എന്നെ സത്യം പറയാലും ഞാനിന്ന് നല്ല തെറി വിളിക്കാറുണ്ട്. വീട്ടിലിരുന്ന് ആരും കേൾക്കില്ല. ഞാൻ കാണുന്നത് മൊബൈലിലാണ്. ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്ത് റീചാർജ് ചെയ്ത് മൊബൈലിലാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ TV കാണുന്നവർക്ക് എൻ്റെ സീരിയൽ ഒരു അലോസരം ഉണ്ടാക്കുന്നില്ല. പിന്നെ ചിലർ പറയുന്നു വീട്ടിൽ കയറി വരാൻ പറ്റുന്നില്ല. സന്ധ്യാസമയത്ത് വീട്ടമ്മമാർ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാതെ TVയുടെ മുമ്പിലാണ്. ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ആളല്ല കേട്ടോ. ഞാൻ രാവിലെ കുളിച്ച് വിളക്ക് വയ്ക്കുന്നുണ്ട്, വൈകുന്നേരം വിളക്ക് വെച്ച് 1 മണിക്കൂറോളം നാമജപവും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് കഴിയുന്ന ആളാണ്. സീരിയൽ എനിക്ക് വേണ്ട സീരിയലൊക്കെ ഞാൻ നേരത്തെ കണ്ടു തീർക്കും. അതും ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ സീരിയലിൽ വല്ല അമ്മായിമ്മ പോലെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ മരുമകളോടോ എൻ്റെ ആങ്ങളമാരുടെ മരുമക്കളോടും ഒക്കെ ചോദിച്ചു നോക്കാം. എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അവർക്കും എന്നോട് വലിയ സ്നേഹം തന്നെയാണ്. സീരിയൽ അതിൻ്റെ വഴിക്ക് പോകും. ആരിതൊക്കെ ജീവിതത്തിലേക്ക് പകർത്താൻ നടക്കുന്നത്? കണ്ടൻറ്റ് മാറ്റുക, ദുഷ്ടത്തരം ഒഴിവാക്കുക, നല്ല രസകരമായ രീതിയിലുള്ള ഇതൊക്കെ ആക്കാം. നമുക്ക് എപ്പോഴും ചിരിക്കാനല്ലേ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ചിരിയാണ് ഏറ്റവും ഇഷ്ടം. സീരിയൽ ഞാൻ കാണും, അത് വേറെ കാര്യം. ചിരിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് കൊമ്പൻകാട് കോയ, അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ ഗായത്രി കിങ്ങിണിയുടെ, പിന്നെ എന്താണ് കൊച്ച് സൈറാസ് വേൾഡ്, അങ്ങനെയുള്ള ചിരിപ്പിക്കുന്ന കുറേ ചാനലുകളും കാണും. ചിരിക്കാൻ ഇഷ്ടമുള്ളവർ അതൊക്കെ കാണുക. സീരിയൽ കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുക. കാണുന്നവർ കാണട്ടെ. വയസ്സായവർക്ക് ആകെയുള്ളൊരു നേരം പോക്ക് ഇതൊക്കെയാണ്. അത് ഈ മൊബൈലിന് യൂട്യൂബിൻ്റെ മുമ്പിൽ ഇരുന്നതൊക്കെ വിളിച്ചു പോകുന്നവർക്ക് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി അവർ പലതും പറയും. എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പറയും, ഞാൻ കാര്യമാണ് പറയുന്നത്. എനിക്ക് ഇതിനൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടുമില്ല, കിട്ടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെ ഈ സീരിയലുകൾ കൊണ്ട് ജീവിക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. ഇത് നമ്മൾ കാണുന്ന അഭിനേതാക്കൾ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിലേറെ ആളുകളുണ്ട്. അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് സീരിയൽ. അങ്ങനെയാണ് സിനിമ നിരോധിക്കേണ്ടത്. സിനിമയിൽ കാട്ടിക്കൂട്ടുന്ന അത്ര വയലൻസ് ആവാസതരം വല്ല സീരിയലിലുണ്ടോ? ഇതൊന്നും ആളുകൾ കാണാതിരിക്കുകയാണോ? ചിലർ പറയുന്നത് ഓരോന്നൊക്കെ പറയുന്നുണ്ട്, ഓരോരുത്തരുടെ ലൈവൊക്കെ നിയന്ത്രിക്കുക. കാണാതിരുന്നാൽ പോരെ, അതല്ല എനിക്ക് പറയാനുള്ളൂ. ഞാൻ ലൈവ് വരാറുമില്ല. ലൈവ് അഥവാ പറഞ്ഞാൽ 1-2 വാക്ക് പറഞ്ഞ് ഞാൻ പോരും. അപ്പോൾ ശരി, നിങ്ങൾ തീരുമാനിക്കുക.